ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടില് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു ബിദ്അത്താണ് നബിദിനാഘോഷം, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത്. നമ്മൾ സലഫികൾ അത് ആഘോഷിക്കാറില്ല. കാരണം അത് ദീനല്ല, അത് ചെയ്യുന്നത് ബിദ്അത്താണ്, അത് ളലാലത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആരാണോ മതത്തിന്റെ ആചാരമായിട്ട് അത് കൊണ്ട് നടക്കുന്നത്, അവൻ ചെയ്യുന്നത് ളലാലത്താണ്. ആ ളലാലത്ത് അവനെ കൊണ്ടെത്തിക്കുന്നത് നരകത്തിലേക്കാണ്. അല്ലാതെ അതിന് പ്രതിഫലം അല്ലാഹുവിന്റെ അടുക്കൽ അവൻ ആഗ്രഹിക്കേണ്ട. കാരണം നമ്മൾ സലഫികൾ നബിദിനം ആചരിക്കൂല, അത് ആഘോഷിക്കാറില്ല. എന്തുകൊണ്ട്? ചില കാരണങ്ങളുണ്ട്. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് ശേഷം 23 വർഷം അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചു. ആ 23 വർഷത്തിൽ മക്ക ജീവിതം കഴിഞ്ഞ് മദീന കാലഘട്ടത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടായിരുന്നു. ആ മദീന കാലഘട്ടത്തിൽ ആ 23 വർഷം മുഴുവനായിട്ടും അല്ലാഹുവിന്റെ റസൂല് ജന്മദിനം ആഘോഷിച്ചിട്ടില്ല, നബിദിനം അല്ലാഹുവിന്റെ റസൂൽ ആഘോഷിച്ചിട്ടില്ല. അത് ആഘോഷിക്കാൻ സഹാബാക്കളോട് കൽപ്പിച്ചിട്ടുമില്ല. ഇതാണ് ഒന്നാമത്തെ കാരണം. നമ്മൾ സലഫികൾ എന്തുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്നില്ല? അതിന് ഒന്നാമത്തെ കാരണം അള്ളാഹിന്റെ റസൂല് അത് ആഘോഷിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. അള്ളാഹിന്റെ റസൂല് സഹാബാക്കളോടും അത് ആഘോഷിക്കാൻ കൽപ്പിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ ആയത്തുകളോതും, അത് ആഘോഷിക്കുന്നവർ ഖുർആന്റെ ആയത്തോതും. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. ഖുൽ പ്രവാചകരങ്ങ് പറയും, ബിഫദ്ലില്ലാഹി അല്ലാഹുവിന്റെ ഫദ്ല്, വബിറഹ്മതിഹി അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും, ഫബിദാലിക ഫല്യഫ്റഹു, നിങ്ങൾ അതിന്റെ പേരിൽ സന്തോഷിക്കുക. അല്ലാഹുവിന്റെ റസൂൽ റഹ്മത്താണ്, അതിൽ ആർക്കും തർക്കമില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, മാലോകർക്ക് റഹ്മത്തായിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകർ അല്ലാഹു നിയോഗിച്ചത്. അതിൽ ആർക്കും തർക്കമില്ല, അതിൽ ആർക്കും സംശയമില്ല. അല്ലാഹുവിന്റെ റസൂൽ റഹ്മത്താണ്, അതിൽ നമ്മൾ സന്തോഷിക്കുന്നു. പക്ഷേ ഈ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഓതിയിട്ടുണ്ട്, സഹാബാക്കൾക്ക് ഓതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്തനുസരിച്ച് ഇവർ കാണിക്കുന്ന രീതിയിൽ നബിദിനം ആഘോഷിച്ചിട്ടില്ല. കാരണം അതിന്റെ അർത്ഥം അതല്ല. സഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഹിജ്റ 103 അവസാനത്തെ സഹാബി വഫാത്താകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 11 വഫാത്തായി. ഹിജ്റ 103 അവസാനത്തെ സഹാബിയും ഈ ഭൂമി ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത്. അന്നേ വരെ ഒരു സഹാബാക്കളും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നബിദിനം ആഘോഷിച്ചിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാരണം. സലഫികൾ എന്തുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്നില്ല? റസൂല് പഠിപ്പിച്ചിട്ടില്ല, റസൂല് ചെയ്തിട്ടില്ല, സഹാബാക്കളോട് കൽപ്പിച്ചിട്ടുമില്ല. രണ്ടാമത്തെ കാരണം, റസൂലിന്റെ വഫാത്തിന് ശേഷം ഹിജ്റ 103 വരെ ജീവിച്ച ഒരു സഹാബാക്കളും അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിച്ചതായി സ്ഥിരപ്പെട്ടിട്ടില്ല. കാരണം നമ്മൾ മനസ്സിലാക്കി, സഹാബാക്കൾ അഹ്ലുസുന്നയുടെ രണ്ടാമത്തെ അടിസ്ഥാനമാണ് കുല്ലു ഫഹ്മിൻ ഖാലഫ ഫഹ്മ സ്വഹാബത്തി ഫഹുവ ബാതിൽ. ഖുർആനും ഹദീസും സഹാബാക്കൾ മനസ്സിലാക്കിയതിന് എതിരായിട്ട് ആരെങ്കിലും മനസ്സിലാക്കിയാൽ, ഖുർആനും ഹദീസും സഹാബാക്കൾ മനസ്സിലാക്കിയതിന് എതിരായിട്ട് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ സഹാബാക്കൾ ചെയ്യാത്ത രീതിയിൽ അതിനെ അമൽ ചെയ്താൽ, സഹാബാക്കൾ വ്യാഖ്യാനിക്കാത്ത രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ ഫഹുവ ബാതിലുൻ, അതെന്താണ്? ബാതിലാണ്, തള്ളപ്പെടേണ്ടതാണ്. കാരണം അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടം, ഖുലഫാ റാഷിദീങ്ങൾ ജീവിച്ചിരിക്കെ ഹിജ്റ 40 മുമ്പ് ഖവാരിജികൾ രംഗപ്രവേശനം ചെയ്തു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്നും ആദ്യമായി തെറ്റിപ്പോയ ഒരു വിഭാഗമാണ് ഖവാരിജികൾ. അവർ സഹാബാക്കൾക്കെതിരെ ആയത്തുകൾ ഓതി കാഫിറാക്കി, സഹാബാക്കളെ കാഫിറാക്കി, സഹാബാക്കൾക്കെതിരെ ആയത്തുകൾ ഓതി ഹദീസുകൾ പറഞ്ഞു. ആ സമയത്ത് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ അടുക്കൽ വന്ന് സംവാദം നടത്തി. അതിൽ പറഞ്ഞ വാക്ക്, ഞാൻ സഹാബാക്കളുടെ അടുക്കൽ നിന്നാണ് നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നത്. വഅലൈഹി ഉൻസിലൽ ഖുർആൻ, ആ സഹാബാക്കൾക്കാണ് ഖുർആൻ അവതരിച്ചത്. വഹും അഅലമു മിൻകും ബിതഅവീലിഹി, ആ ഖുർആന്റെ വ്യാഖ്യാനം നിങ്ങളെക്കാൾ അറിയുന്നത് അത് സഹാബാക്കളാണ്. അന്ന് ഖവാരിജികളോട് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളെക്കാൾ ഖുർആന്റെ വ്യാഖ്യാനം, ആ ഖുർആന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കിയത് സഹാബാക്കളാണ്. അവരാരും ഈ ആയത്തിൽ നിന്നും അള്ളാഹിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ അങ്ങനെ ചെയ്തിട്ടുമില്ല.
അപ്പൊ രണ്ടാമത്തെ, നമുക്ക് എന്തുകൊണ്ട് സലഫികൾ ജന്മദിനം ആഘോഷിക്കുന്നില്ല അല്ലാഹുവിന്റെ റസൂലിന്റെ? രണ്ടാമത്തെ കാരണം, സഹാബാക്കളിൽ അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. സഹാബാക്കൾ ആരും അത് ചെയ്തിട്ടില്ല. ഒരായത്ത് അല്ലാഹു പറയാണ് സൂറത്തുൻ നിസാ, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. അല്ലാഹുവിന്റെ ഹിദായത്ത്, ഹുദ എന്താണെന്ന് മനസ്സിലാക്കിയവർ, ഹിദായത്ത് എന്താണെന്ന് തിരിഞ്ഞവർ, ആ തിരിഞ്ഞതിന് ശേഷം അള്ളാന്റെ റസൂലിനോട് ധിക്കാരം കാണിച്ച് മാറി നിൽക്കുന്നവർ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റുന്നവർ, അല്ലെന്താ പറഞ്ഞ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റുന്നവർ, നുവല്ലിഹി മാ തവല്ല, അവൻ പോകുന്നിടത്തേക്ക് നാം അവനെ വിടും. അവസാനം വനുസ്ലിഹി ജഹന്നം, നരകത്തിൽ അവനായിട്ട് നാം കരിക്കും. ഒന്നടങ്കം മുഫസ്സിരിങ്ങൾ വിശദീകരിച്ചു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ആ ആയത്തിൽ പറഞ്ഞ മുഅ്മിനീങ്ങൾ അത് സഹാബാക്കളാണ്. അപ്പൊ ഇന്ന് ജന്മദിനം കൊണ്ടാടുന്നവർ ആ സഹാബാക്കളുടെ മാർഗത്തിനെതിരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ശിക്ഷ എന്നോണം നുവല്ലിഹി മാ തവല്ല, അവർ പോകുന്നിടത്തേക്ക് ഓരോ വർഷം കഴിയുമ്പോഴേക്കും ഭയങ്കര ജോറുപാറായിട്ട് നടത്തും. ഇങ്ങനെ ആവേശങ്ങൾ കൂടും, അതിന്റെ സൗകര്യങ്ങൾ കൂടും, അതിന്റെ ആഘോഷങ്ങൾ വിപുലമാകും. നുവല്ലിഹി മാ തവല്ല, അവനെ പോകുന്നിടത്തേക്ക് നാം വിടും. വനുസ്ലിഹി ജഹന്നം, അതിന്റെ പര്യവസാനം നാളെ ആഖിറത്തിൽ അള്ളാഹു നരകത്തിലിട്ടവനെ കരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സലഫികൾ നബിദിനം ആഘോഷിക്കാത്തത്. രണ്ടാമത്തെ കാരണം. മൂന്നാമത്തേത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ കാലഘട്ട ശേഷം ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ എന്ത് ചെയ്യണം? അലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, എൻ്റെ ജീവിതചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എൻ്റെ സന്മാർഗം പ്രാപിച്ചവരായ എൻ്റെ സഹാബാക്കളുടെ മാതൃകയും നിങ്ങൾ മുറുകെ പിടിക്കണം. ഈ രണ്ട് മാതൃകയിലും പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് സലഫികൾ ജന്മദിനം ആഘോഷിക്കാത്തത്. മൂന്നാമത്തെ കാരണം, സലഫികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കാത്തതിന്റെ മൂന്നാമത്തെ കാരണം, ഈ ആഘോഷം ആരംഭിച്ചത് ഹിജ്റ 300 ശേഷം, പരിശുദ്ധമാക്കപ്പെട്ട 3 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ഷിയാക്കളിലെ ഫാത്തിമിയ ഭരണകൂടം, ഉബൈദിയാക്കൾ എന്ന് പറയും, അവരാണ് ആദ്യമായിട്ട് ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിച്ചത്, ഒരു ആഘോഷമായി കൊണ്ടു നടന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തും സഹാബാക്കളുടെ കാലത്തും ഉത്തമ തലമുറയായ ആദ്യത്തെ 3 നൂറ്റാണ്ട്, ആ 3 നൂറ്റാണ്ടിലും അള്ളാഹു ദീനുൽ ഇസ്ലാമിൽ 2 ആഘോഷമാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അത് മാത്രമായിരുന്നു. മൂന്നാമത്തെ നബിദിനാഘോഷം എന്നുള്ള ആഘോഷം ഹിജ്റ 300 ശേഷം ഷിയാക്കൾ ആരംഭിച്ചതാണ്. അതുകൊണ്ടാണ് സലഫികൾ നബിദിനം ആഘോഷിക്കാത്തത്. അതിന്റെ തുടക്കക്കാര് അത് ഷിയാക്കളാണ്. ഷിയാക്കൾ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബാക്കളെയും ചീത്ത വിളിക്കുന്നവരാണ്. അവർ ദീനിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ടാണ് സലഫികൾ നബിദിനം ആഘോഷിക്കാത്തത്. ഹിജ്റ 734 വഫാത്തായ ഇമാം താജുദ്ദീൻ അൽ ഫാക്കിഹാനി, അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം അൽ മൗലിദു ഫി അമലിൽ മൗലിദ്, ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിക്കാൻ, വലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫി കിതാബിൻ വലാ സുന്നഹ്, ഈ ആഘോഷത്തിന് ഖുർആനിലോ സുന്നത്തിലോ ഒരടിസ്ഥാനവും ഞാൻ കാണുന്നില്ല. അതിന് അടിസ്ഥാനവുമില്ല ഖുർആനിലും സുന്നത്തിലും. വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മഹ്, ഈ ഉമ്മത്തിലെ ഇമാമിങ്ങളിൽ നിന്നും, ആദ്യത്തെ 3 നൂറ്റാണ്ടിലെ ഇമാമിങ്ങളിൽ നിന്നും ഒരാളിൽ നിന്നും ഇത് ആഘോഷിച്ചതായി നഖൽ ചെയ്യപ്പെട്ടിട്ടില്ല, ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. അല്ലദീന ഹും അൽ ഖുദ്വതു ഫിദ്ദീൻ, അവരാണ് നമുക്ക് മാതൃക നമ്മുടെ ദീനിൽ. ആദ്യത്തെ 3 തലമുറ അവരാണ് നമുക്ക് മാതൃക നമ്മുടെ ദീനിൽ. അൽ മുതമസ്സികീന ബിആഥാരിൽ മുതഖദ്ദിമീൻ, സഹാബാക്കളുടെ മാതൃക മുറുകെ പിടിച്ച ആദ്യത്തെ ഉത്തമ തലമുറയിലെ ആ ഇമാമിങ്ങൾ ആരും ഈ നബിദിനം ആഘോഷിച്ചിട്ടില്ല. ബൽ ഹുവ ബിദ്അത്തുൻ, മറിച്ച് ആ നബിദിനാഘോഷം ബിദ്അത്താണ്. അഹ്ദസഹാ അൽ ബത്താലൂന വശഹ്വതു നഫ്സിൻ, മനസ്സിന്റെ ശഹ്വത്തുകളെ പിൻപറ്റുന്നവരാണ് അത് ആരംഭിച്ചത്, അത് തുടങ്ങിയത്. ഇഅ്തനാ ബിഹൽ അക്കാലൂൻ, തീറ്റക്കൊതിയന്മാരാണ് അത് പിന്നീട് തുടർന്നു കൊണ്ടുവന്നതും. സലഫുകൾക്ക് ആർക്കും അതിൽ യാതൊരു പങ്കുമില്ല. നമ്മൾ ഹിജ്റ 300 മുമ്പ് ജീവിച്ച ഇമാമിങ്ങൾ,
നമ്മളെല്ലാ ഇമാമികളും ഹിജ്റ 300 മുമ്പ് ജീവിച്ച ആൾക്കാരാണ്. ഇമാം അബൂ ഹനീഫ ഹിജ്റ 150 വഫാത്തായ ആളാണ്. ഇമാം മാലിക് ഹിജ്റ 179 വഫാത്തായ ആളാണ്. ഇമാം ഷാഫിഈ ഹിജ്റ 204 വഫാത്തായ ആളാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹിജ്റ 241 വഫാത്തായ ആളാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഹിജ്റ 256 വഫാത്തായ ആളാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഹിജ്റ 261 വഫാത്തായ ആളാണ്. ഇവരുടെ കിതാബുകളിൽ ഒന്നും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വരി പോലും നമുക്ക് കാണാൻ കഴിയില്ല. അവർ ആരും അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ നൂറ്റാണ്ടായി പഠിപ്പിച്ച ആദ്യത്തെ 3 തലമുറ അവർക്കാർക്കും ഈ ആഘോഷം പരിചയമില്ല. അതുകൊണ്ടാണ് സലഫികൾ നബിദിനം ആഘോഷിക്കാത്തത്. പ്രിയമുള്ളവരെ, വളരെ വ്യക്തമായിട്ട് ഈ 3 കാരണങ്ങൾ നാം മനസ്സിലാക്കണം. പല അഭിപ്രായങ്ങളും പല വാക്കുകളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷെ അപ്പൊ നമ്മൾ ഉറച്ചു നിൽക്കുന്നു, അത് ബിദ്അത്താണ്, അത് ദലാലത്താണ്, അത് ദീനിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അത് ആചരിക്കുന്നവൻ, അത് ആഘോഷിക്കുന്നവൻ, അവൻ മുബ്തദിഅാണ്, അവൻ തള്ളപ്പെടേണ്ടതാണ്. അങ്ങനത്തെ ഒരു ആഘോഷത്തോട് യാതൊരു സഹകരണവും നമ്മൾ നടത്തൂല. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു സഹകരണവും നമ്മൾ നടത്തൂല. മറിച്ച് നമ്മൾ അതിനെ വെറുക്കുന്നു. ബിദ്അത്തിനെ വെറുക്കൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു വാക്താവിന് നിർബന്ധമായ കാര്യമാണ്. നമ്മൾ ആ ബിദ്അത്ത് ആഘോഷിക്കുന്നതിനെ വെറുക്കുന്നു. നമ്മൾ അതിൽ യാതൊരു സഹകരണവും സഹായവും നമ്മൾ നൽകുകയുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഉറച്ച രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക, വ്യക്തമായി ദീൻ പഠിക്കുക. സലഫുകളിൽ നിന്ന് ആരിൽ നിന്നും ഈ ഒരു ആഘോഷം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനും ഈ നബിദിനം ആഘോഷിക്കാത്തത്. അതിൽ പങ്കുചേരുകയുമില്ല. അതിൽ യാതൊരു സഹകരണവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. കാരണം അത് ബിദ്അത്താണ്, അത് ദീനിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഇമാം മാലിക് റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു വാക്ക്, അദ്ദേഹം പറയാണ്, ആരെങ്കിലും ദീനിലൊരു കാര്യം പുതുതായി ഉണ്ടാക്കി ഹസന, എന്നിട്ട് അത് നല്ലതല്ലേ എന്നൊരു വാക്കും അവൻ പറഞ്ഞു, അവൻ അവിടെ പ്രഖ്യാപിക്കുന്നത് വഅന്ന മുഹമ്മദൻ ഖാനൽ റിസാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഏൽപ്പിച്ച ആ റിസാലത്ത് എന്ന ദൗത്യത്തിൽ അള്ളാഹിനോട് വഞ്ചന കാണിച്ചു എന്നാണ് അവൻ പറയുന്നത്, അവൻ പ്രഖ്യാപിക്കുന്നത്. കാരണം ഇത്രയും നല്ലൊരു കാര്യം അള്ളാഹിന്റെ റസൂല് മറച്ചു വെച്ചു. റസൂല് ചെയ്തില്ല, അത് സഹാബാക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ല, അത് ഞാൻ കണ്ടെത്തി, ഞാനത് പുറത്തു കൊണ്ടുവന്നു എന്നുള്ള വാക്കാണ് അവൻ ആ പറയുന്നത്. അത് പ്രിയമുള്ളവരെ, യാതൊരു സഹകരണം നമുക്ക് അതിൻ്റെ ഭാഗത്തുണ്ടാകൂല. അത് ബിദ്അത്താണ്, അത് ദലാലത്താണ്, അത് എത്തിക്കുന്നത് നരകത്തിലേക്കാണ്. അതൊരു പ്രവാചകന്റെ സ്നേഹമല്ല എന്നും നാം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.